ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകണം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ തൊട്ടടുത്തുള്ള സെമ്പാളൂർ പള്ളിയിലാണ്. വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണത്. സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ പള്ളിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. കുർബാനയ്ക്ക് 7:30 കുർബാനയാണ്. ഇപ്പോൾ 7:15 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. മാവിൻ്റെ ഇല ഇങ്ങനെ കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുക. ഓരോ കാറ്റത്തും മഴയിലും ഒക്കെ ഒരുപാട് കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ രാവിലെ എനിക്ക് മുറ്റടിക്കാനൊന്നും നേരം കിട്ടിയില്ല. പള്ളിയിൽ പോയി വന്നിട്ട് വേണം മുറ്റടിക്കാനൊക്കെ. രാവിലെ തന്നെ പള്ളിയിൽ പോകണതിനെ കൊണ്ട് എല്ലാം ചെയ്തിട്ട് പോകാൻ നേരമില്ല. ഇപ്പോൾ നമ്മൾ ലേറ്റ് ആവും. ഞങ്ങളങ്ങനെ പള്ളിയിലെത്തിയിട്ടോ. അപ്പോൾ ഈ പള്ളിയാണ് ഞങ്ങൾക്ക് കൂടുതൽ അടുത്തെന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ഇടവകപ്പള്ളി കുറച്ചും കൂടി ദൂരമുണ്ട് ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഈ പള്ളിയിൽ പോകും, ചിലപ്പോൾ ഇടവകപ്പള്ളിയിൽ പോകും. അങ്ങനെ ഇന്ന സ്ഥലത്ത് തന്നെ പോവുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും സ്ഥലത്ത് പോയി നമ്മൾ ഏതെങ്കിലും പള്ളിയിൽ പോയി കുർബാന കാണുന്നു. അപ്പോൾ അങ്ങനെ ഇടവകപ്പള്ളിയിൽ സമയമൊക്കെ കിട്ടുമ്പോൾ ടൈമിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവിടെ പോകുമ്പോൾ ഇത്തിരി ലേറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേഗത്തിലെത്താൻ വേണ്ടിയിട്ട് ഈ പള്ളിയിലേക്കാണ് പോകാറ്. അപ്പോൾ അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞതാ എല്ലാവരും പള്ളിയിൽ നിന്ന് എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അഞ്ചും എത്തി, ഞാനും എത്തി. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിക്കണം. ഇനി കുറച്ച് മാസങ്ങൾക്ക് ശേഷം അങ്ങനെ ഈ പള്ളിയിൽ വന്ന് കുർബാനയിലൊക്കെ പങ്കെടുത്തതിൽ ആ ഒരു സന്തോഷമുണ്ട്. ആൽവിനെ അയർലൻഡിലേക്ക് പറഞ്ഞു വിടാൻ സമയത്ത് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കും അന്ന് ഈ പള്ളിയിൽ കയറിയതാട്ടോ. അന്ന് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് പോയായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടോ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇനി ഞങ്ങൾക്ക് മുറ്റമൊക്കെ അടിക്കണം. ആദ്യം മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കണം. മഴ വരുന്നതിന് മുൻപ് തന്നെ ആദ്യം പോയിട്ട് മുറ്റടിച്ചിട്ട് വരാം. അഞ്ചൂടെ മുറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടെ പോയി സഹായിച്ചു കൊടുക്കാൻ പോവുക. കാരണം ഒത്തിരി ഇലകൾ വീണ് കിടക്കുന്നുണ്ട്. മാവുമേലിങ്ങനെ ഒരുപാട് ഇലകളാണ് കൊഴിഞ്ഞുകൊണ്ടിരിക്കണം. ഓരോ മഴയ്ക്കും കാറ്റിനൊക്കെ ഞാനും ചെല്ലാൻ പോവാം അഞ്ചുവിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഞാനും അഞ്ചും കൂടി മുറ്റമൊക്കെ അടിച്ചു വാരണം കേട്ടോ. ഇലകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കൈ കൊണ്ട് തന്നെ വാരി കൊണ്ടുപോയി അത് മാവിൻ്റെ കീഴെ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കൂട്ടിയിടണം കേട്ടോ ഇലകളൊക്കെ. കാരണം ചൂലുകൊണ്ട് തന്നെ നമ്മൾ അടിച്ച് നീക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നീങ്ങുന്നില്ല, അത്രയും ഇലകൾ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും അഞ്ചും കൂടെ ഒരുമിച്ച് മുറ്റമൊക്കെ അടിച്ചു വാരി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാം. ഞാനിത് പള്ളിയിലൊക്കെ പോയി വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്നു കടയിൽ നിന്ന്. ഞങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അവിടുത്തെ മാവ് ഉണ്ടാക്കണം. പിന്നെ ചേട്ടൻ പറഞ്ഞു ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നത് നമുക്ക് വാങ്ങിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊക്കെയൊന്ന് ചേട്ടൻ വാങ്ങിച്ചേക്കണ ഒരു വെള്ളപ്പൊടി കാണാം. നോക്കൂ, തുറക്കട്ടെ. ഇത് കട്ടൻ ചായ കേട്ടോ, കട്ടൻ ചായ. പൊറോട്ടയുണ്ട്, നൂലപ്പമുണ്ട്. നൂലപ്പം ആവശ്യമുള്ളവർക്കൊക്കെ എടുക്കാം. എൻ്റെ ഫേവറേറ്റ് കേട്ടോ നൂലപ്പം. ഇത് അഞ്ചുവിൻ്റെ ഫേവറേറ്റ് പൊറോട്ട. അഞ്ചു എടുത്ത പ്ലേറ്റിൽ ഏതാ വേണ്ട? പൊറോട്ട വേണോ നൂലപ്പം വേണോ? അഞ്ചുവിന് പൊറോട്ടയായിരിക്കും ഇഷ്ടം അല്ലേ? ആദ്യം പൊറോട്ട എടുത്തു. ചേട്ടനോ? പൊറോട്ട. ഞാൻ മാത്രം നൂലപ്പം, ഇടിയപ്പം. ഇനി കറി എന്താ? കറി മുട്ടക്കറി. അതിന് നൂൽപുട്ടിന് നൂലപ്പത്തിന് അതിന് വേറെ ഗ്രേവി ഉണ്ടാവും. അതൊരു പാത്രത്തിലെടുത്ത് നോക്ക്. കറി എടുക്കാനുള്ള ബൗളായിട്ടുണ്ട്. കുറച്ച് കറിയുള്ളൂ, അധികമൊന്നുമില്ല. ഇവിടെ പാക്കിംഗ് ഭയങ്കര കേട്ടോ. നൂൽപുട്ടിനും മുട്ടക്കറി, പൊറോട്ടയ്ക്കും മുട്ടക്കറി, രണ്ടിനും മാച്ചായിട്ടുള്ള മുട്ടക്കറി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ്. അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ
കറി ഓൾറെഡി ഇരിപ്പുണ്ട് കേട്ടോ. കറി ഇതേ ഇന്നലെ രാത്രി ഞാൻ നല്ല അടിപൊളി മീൻ കറി വെച്ചിട്ടുണ്ട്. ഇതെന്ത് മീനാ? എന്ത് മീനായിട്ടാ? കേര മീൻ ഇതാ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിക്ക് ഞങ്ങൾ കഴിച്ചു. ബാക്കി അവിടെ ഉച്ചക്കലത്തേക്കും കൂടി ഇരിപ്പുണ്ട്. അപ്പം എനിക്കിനി കറി ഉണ്ടാക്കുക. ഇത് നമ്മൾ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന ചക്ക, മാമയുടെ ആംഗ്ലയുടെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ചക്ക. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് വെച്ചു കേട്ടോ, ബാക്കി കുറച്ചെടുത്ത് ഇന്ന് വയ്ക്കുകയാണ്. ഇന്ന് ചക്ക ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ ചക്ക ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഈ വലിപ്പത്തിലുള്ള പീസുകളാട്ടോ കട്ട് ചെയ്തേക്കണേ. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വേഗത്തിൽ വെന്ത് കിട്ടും, നമ്മുടെ ജോലി എളുപ്പമാവും. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് ഞാൻ ഇടണം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചക്ക ഒലത്തിയതെന്ന് നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാറുണ്ടോ അങ്ങനെ? ഞങ്ങളുടെ നാട്ടിൽ ചക്ക ഒലത്താന്ന് പറയാം. അപ്പോൾ ചക്ക ഉപ്പേരി അല്ലെങ്കിൽ ചക്ക ഒലത്തിയത് അങ്ങനെയൊക്കെ പറയാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം നല്ലതായിട്ടൊരു ശർക്കെല്ലാം വേണം. ഒരു 2-3 സ്പൂൺ വെള്ളം, അത്രയ്ക്കേ ഉള്ളൂ. ഇതിലേക്ക് ഞാനൊരു ശർക്കര മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലപോലെ മിക്സാക്കി അടപ്പത്ത് വയ്ക്കാം. നമുക്കിതൊരു 2 വിസിൽ എടുത്തിക്കാം. 2 വിസിൽ വന്നു കഴിയുമ്പോൾ നല്ലപോലെ തന്നെ കുക്കായി കിട്ടും. അങ്ങനെ ചക്കുപ്പേരിക്കുള്ള ചക്ക അടുപ്പത്തായി. ഇനി നമുക്ക് ചോറ് വയ്ക്കണം. ചോറ് വയ്ക്കാൻ ഞാൻ എന്താ അരിയൊക്കെ കഴുകി, പുഴുക്കലരി കേട്ടോ, നമ്മുടെ ഇവിടുത്തെ പവിഴം അരി. അപ്പോൾ അത് കഴുകി കുക്കറിൽ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് അടപ്പ് വെച്ച് അടച്ച് ഇതൊരു 3 വിസിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചോറ് റെഡിയാവും. നമുക്ക് അരി അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ കുക്കാവുമ്പോഴേക്കും നമുക്ക് ഇത് ഒലത്താനുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് തൊണ്ട് കളഞ്ഞ് നല്ലപോലെ ചതച്ചെടുക്കാം. കറിവേപ്പിലയും ഒക്കെ ഇട്ട് നമുക്ക് ഒലത്തിയെടുക്കണം. ഞാൻ ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി. വിസിലൊക്കെ വന്നു, പ്രഷറൊക്കെ പോയി. ഞാൻ എന്താ ചോറ് ഊറ്റി ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറ് റെഡി ആയിട്ടിരിപ്പുണ്ട്. ചക്ക വേവിച്ച് റെഡി ആയിട്ടുള്ള ഇരിപ്പുണ്ട്. പക്ഷേ ഇനി നമുക്കിതിനെ ഒലത്തിയെടുക്കണം. അപ്പോൾ ഒലത്താനായിട്ട് ഞാൻ എന്താ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊന്ന് ചക്ക ഒലത്താൻ പോകുന്നത്. ഞാൻ ആദ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. നമ്മുടെ ചീനച്ചട്ടിയൊക്കെ നല്ല പോലെ തന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഓയിലൊക്കെ നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ചതച്ച നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിനി മീൻകറി ചൂടാക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി വെച്ച കറിയല്ല, അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വെച്ച് ഇതാ ഇവിടെ ഈ ഇപ്പുറത്തെ അടുപ്പും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ തന്നെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ചെറിയ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുന്നത്. പിന്നെ ഒരിത്തിരി കാശ്മീരി മുളക് പൊടി, നമ്മുടെ ഉപ്പേരിക്ക് നല്ല കളറൊക്കെ കിട്ടാനായിട്ട് ഇത്തിരി കാശ്മീരി മുളക് പൊടി കൂടി ഇടുന്നുണ്ട്. പൊടികളൊക്കെ ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്ക ഒലത്തിയത് റെഡി. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചക്ക നിങ്ങൾ ഒലത്താറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ചേട്ടൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ തേങ്ങ അരച്ച് അങ്ങനെയൊക്കെ വെക്കാറ് അവർ. അപ്പോൾ എന്തെങ്കിലും കറിയുടെ കൂടെയൊക്കെ കഴിക്കും. ഇത് ഞങ്ങൾ സിമ്പിളായിട്ട് വയ്ക്കും കേട്ടോ, ചക്ക ഒലത്ത്. ഇനി നമുക്ക് മീൻകറി ഒന്ന് തുറന്ന് നോക്കാം. മീൻകറി ഇതിവിടെ ചൂടായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ ശരിക്കും ചൂടായിട്ടില്ല, ചൂടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള ചോറും കറിയൊക്കെ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അച്ചാർ ഇരിപ്പുണ്ട്. പപ്പടം വേണമെങ്കിൽ വറക്കാം. പപ്പടം ഇവിടെ റെഡി. അഞ്ചിനോട് ചോദിച്ചിട്ട് വേണം. അഞ്ചിന് പപ്പടം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പപ്പടം വറക്കും, അല്ലെങ്കിൽ പപ്പടം ഒന്നും വേണ്ട. പിന്നെ ഈ അച്ചാറുണ്ട്. അച്ചാർ ഇത് നല്ലൊരു സൂപ്പർ അച്ചാർ കേട്ടോ. എന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു തോന്നുന്നത്. ലെമൺ ഡേറ്റ്സ് പിക്കിൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങൾ എന്നും കഴിക്കുന്നുണ്ട്.
പുറത്ത് നല്ല സൂപ്പർ മഴ വരുന്നുണ്ട്. മഴയും കാറ്റും കൂടെയായിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. നല്ല ഇരുണ്ട് കൂടി നിൽക്കണുണ്ടോ എൻ്റെ പൊന്നെ. മഴ പൊടിഞ്ഞു തുടങ്ങി, ചെറുതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാറ്റൊക്കെ വീശി കണ്ടോ. ഇന്ന് രാവിലെ ഞങ്ങൾ എത്ര ഭംഗിയായിട്ട് മുറ്റടിച്ചിട്ടതോ നോക്കിയേ. നിറച്ച ഇലകൾ ഇതാ വീണ്ടും വന്ന് നിറഞ്ഞു. അയ്യോ, ഒരു കുറച്ച് മുമ്പാണ് അടിച്ചു വാങ്ങിയത്. എന്താ കാര്യം നോക്കിയേ, നല്ലൊരു കാറ്റ് വീശി. ഇപ്പോൾ തന്നെ അതിനകത്ത് പഴുത്ത ഇലകളെല്ലാം ഇതാ വീണു. ഉണങ്ങിയ ഇലകളും പഴുത്ത ഇലകളും ഒക്കെ ആയിട്ട് അവിടേക്ക് നോക്കി. അവിടേക്ക് കാറ്റും മഴക്കാരൊക്കെ ആ സൈഡിലേക്ക്. ഒരു മഴ വരണം, ഒരു മഴ. എന്തായാലും മഴ കണ്ട് കൊതി മാറി. ഇഷ്ടംപോലെ മഴ കിട്ടി. ഞങ്ങൾ വയനാട്ടിൽ പോയിപ്പോൾ മുകളിലൊക്കെ നല്ല കാർമേഘങ്ങളാട്ടോ. ഇത് നിന്ന് പെയ്യാനുള്ള ഒരു മഴക്കാരാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ദിവസം ഇവിടുന്നാണ് മഴയായിരിക്കും. ഞങ്ങൾക്കിടയിൽ നിന്ന് ഫുഡ് കഴിഞ്ഞിട്ട് വേണം അമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അവരോട് നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നാത്തൂനും ആങ്ങളെയും അമ്മയൊക്കെ ഉണ്ടല്ലോ, കൊച്ചുമക്കളൊക്കെ. അപ്പോൾ ഇത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഈ മഴയൊക്കെ കുറയാണ്ട് എങ്ങനെയാണ് പോകണം. പിന്നെ വണ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും ഭയങ്കര മഴ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ലഞ്ച് കഴിക്കാൻ പോകാം കേട്ടോ. ലഞ്ചിൻ്റെ ടൈമായി. ഞങ്ങൾ ലഞ്ച് കഴിച്ച് പോകാൻ നോക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. കിച്ചണിലെ ജോലികളൊക്കെ ഒരുവിധം ഒതുക്കി. ഇനി ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് പോവാണ്, അമ്മയുള്ള വീട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് അടുത്ത് തന്നെ അധികം ദൂരമൊന്നുമില്ല. നമുക്ക് നടന്നു പോകണമെങ്കിൽ നടന്നു പോകാം. നമ്മൾ 4 വീലറിന് പോകണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഉള്ളൂ യാത്ര. അടുത്ത് തന്നെയാണ്. നടന്നു പോകണമെങ്കിൽ നടന്നും പോകാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങണം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അമ്മയുടെ അടുത്തേക്ക് എത്തി. ഗ്രേസ് ഇതാ പുറത്ത് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഗ്രേസ് ഇതാ ഇവിടെ മുറ്റത്ത് കളിക്കുന്നുണ്ട്. ഗ്രേസ് കുട്ടി, ഗ്രേസ് ബലൂൺ വെച്ച് കളിക്കണോ? ആ, ബലൂൺ വെച്ച് കളിക്കുക. ദൈവമേ. അപ്പം അങ്ങനെ ഞാൻ എന്താ അമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം അമ്മയും ഞാനുമായിട്ട് ഇവിടെ കുത്തിരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞങ്ങൾ പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ പഴയതും പുതിയതുമായ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സമയം തള്ളി നീക്കുന്നു. അമ്മേനെ കുളിപ്പിക്കാൻ കൊണ്ടോണ എന്താ പറയാ രംഗങ്ങളാണ് ഈ കാണുന്നത്. രസകരമായ രംഗങ്ങൾ. ഓടി പോവായിരുന്നു അല്ലേ? ആ, അത് ശരിയാ. എന്റെ അമ്മയ്ക്ക് കാലിന് പാടില്ലാത്തോണ്ടല്ലേ അമ്മേനെ ഇടിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞേ അല്ലേ? അമ്മ ഒറ്റയ്ക്ക് നടന്നുകൊണ്ടിരില്ലേ? അത് 2 മണി ലിജി വന്നതാ. ഇപ്പൊ 4 മണി. കണ്ടോ കണ്ടോ കണ്ടോ. ആൽവിൻ അല്ല, ആൽവിൻ സോറി. അപ്പൊ സണ്ണി യു ആർ വെരി സ്ലോ. കമോൺ ഫാസ്റ്റ്. നീ സ്ലോ ആണ്. ഇപ്പൊ ഫാസ്റ്റ് ആക്ക്, ഫാസ്റ്റ് ആക്ക്. അമ്മക്ക് അമ്മ നോക്കിയപ്പോ ഒരു കൈ നോക്കിയെന്ന് എനിക്കാൻ പറ്റുമെന്ന്. കണ്ടോ കണ്ടോ കണ്ടോ. അമ്മ ട്രൈ ചെയ്യുന്നുണ്ട്. വേണ്ട കേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഈശോയെ മാതാവേ. അപ്പൊ അതെ അമ്മേനെ സണ്ണിയാണ് ബാത്റൂം വരെ കൊണ്ടുവന്നാക്കി തരണേ. എന്നാലാ ഈ വീൽ ചെയറും അവിടെ വരെ ഒന്ന് കടത്തി കിട്ടിയാലേ നമുക്ക് കുളിപ്പിക്കാൻ പറ്റുള്ളൂ അമ്മേനെ. ഇതെന്തിട്ടത് വണ്ടിയോ? ഇതെന്താ വണ്ടിയാ? വണ്ടിയില് എങ്ങനെ വണ്ടി കൊച്ചി ഈ വണ്ടി വേണ്ടേ? ഈ വണ്ടി ഇഷ്ടല്ല? ഇത് വലിയ വണ്ടിയാണോ? അത് വലിയ വണ്ടിയാ? കൊച്ചിന് ഇഷ്ടല്ല ഈ വണ്ടി? ചോദിക്കിങ്ങനെ താങ്ക് യു. ഫിഷ് എവിടെയാ? അത് കൊച്ചിന് കൊടുക്കും. കൊച്ചെനിക്ക് തരും, ആന്റിക്ക് തരും. പക്ഷെ ആന്റിക്ക് തരും. നമുക്ക് ഫാൻ തരല്ലോ, ഫാൻ. കൊച്ചിന് കാറ്റ് കിട്ടുന്നുണ്ടോ? തം തം. എല്ലാത്തിനും തം തം എന്ന് പറയുന്നുണ്ട്. ഫിഷ് ഇല്ല, ആന്റിക്ക് തരുള്ളൂ. ആന്റിക്ക് തന്നെ. ഇതെന്നാ വലിയ ഫിഷ്. വലിയ ഫിഷ്. കൊച്ചിന്റെ ഇവിടെ കളിക്കുക അല്ലേ?
അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആ ഹോളിലിരുന്ന് സ്റ്റീവ് കുട്ടൻ്റെ ഗ്രേസ് മോളുടെ ഒക്കെ കൂടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റീവ് നല്ല മൂഡിലായിരുന്നു. എന്താന്ന് പറയണ്ട, അതിന് പറയുന്നത് തം തം അല്ലേ സിയൂട്ട തം തം സിയൂട്ട കൊണ്ട് ചിരി തം. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണ്ട്. അമ്മയുടെ അപ്പം അമ്മയെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കുത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞത് ചായ കുടിക്കാൻ പോകണം. ചായയുടെ സമയമായിട്ടുണ്ട്. അപ്പോൾ ചെറുപലഹാരങ്ങളൊക്കെ ആയിട്ട് ഇതാ നമ്മുടെ ചായ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അമ്മ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചക്ക തിന്നുകൊണ്ടിരിക്കുകയാണ്. ചക്ക ഒലത്തിയത് എങ്ങനെയുണ്ട്? ചക്ക ഒലത്തിയത് അടിപൊളിയാണോ? കഴിക്കൂ. ഇവിടെ ഇതാ ചായ റെഡി. ഞങ്ങളിന്ന് വന്നപ്പോൾ ചക്ക വളർത്തിയത് നമുക്ക് കോഴിക്കോട് നിന്ന് നമ്മൾ കൊണ്ടുവന്നായിരുന്നു. ആ ചക്ക ഉണ്ടല്ലോ, നല്ല സൂപ്പർ ചക്കയായിരുന്നു കേട്ടോ. അങ്കിള് തന്നായിരുന്നു ചക്ക. അപ്പോൾ അത് ഞങ്ങൾ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടേക്കും. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ചായയുടെ സമയത്ത് അതും കഴിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ചക്ക വളർത്തിയതും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊപ്പം. ഞങ്ങളുടെ ടീ ടൈം നമ്മ കുടിച്ചു വന്നപ്പോൾ ചായയൊക്കെ റെഡി ആക്കി വിട്ടു. ഞങ്ങൾ ചായ കുടിക്കാം. മിച്ചറ്, മധുരമുള്ള മിച്ചറ്, മധുരമില്ലാത്ത മിച്ചറ്, ചക്ക വളർത്തിയത് അല്ലേ? അമ്മയ്ക്ക് വേണോ? മിച്ചറ് വേണോ? മധുരമുള്ള മിച്ചറ്, എരിവുള്ള മിച്ചറ്, ചക്ക വളർത്തിയത്. മധുരമുള്ളത് ഉണ്ടാവില്ലല്ലേ? ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തു. നല്ല സൂപ്പർ മഴയായിട്ടാണ്. ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടേപ്പിക്കുന്ന ആ പെരുമഴ. അങ്ങനെ ടീ ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിതാ പോയി എല്ലാവരും കുളിച്ചൊക്കെ വന്നു. കുളിച്ച് വന്നതിന് ശേഷം ഇതാ സണ്ണിക്ക് ഇന്ന് ലൈവ് പോകേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ല കേട്ടോ. രാത്രി ഇവിടെ തന്നെ കിടക്കുന്നത്. അപ്പോൾ അതാ ലൈവിൻ്റെ ടൈമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ലൈവിനായിട്ട് അടുത്ത് വിളിച്ചിരുത്തിയേക്കാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അതാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ലൈവ് നിർത്തിയാലോ? കുറെ നേരം എനിക്ക് തോന്നുന്നു, ഒരു 3/4 മണിക്കൂറിന്റെ മേലെ തോന്നുന്നു നമ്മുടെ ലൈവ്. 8:30 തുടങ്ങിയതേ 9:20 എന്തായാലും സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ലൈവൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിരുന്ന് കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഇവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് ഇതാ ഇവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കിടന്നുറങ്ങാൻ പോവാണ് എല്ലാവരും. ഗുഡ് മോർണിംഗ്. മിനിറ്റ് ഇതാ പല്ലേക്കിലൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. കഴിച്ചോളൂ ഞങ്ങൾ കഴിക്കാൻ പോവാം. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചപ്പാത്തിയും സാമ്പാർ കറിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പാളയംപറമ്പ് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇനി അവിടെ ചെന്ന് ബാക്കി കാര്യങ്ങൾ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ തിരിക്കണ്. അപ്പോൾ വീട്ടിലെല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിതാ ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ സ്വന്തം വീട്ടിലെ പാളയംപറമ്പ് വീട്ടിലെത്തി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എത്തിയതേ തന്നെ ആദ്യം തന്നെ നോക്കുന്നത് മാങ്ങ വല്ലതും വീണിട്ടുണ്ടോയെന്നാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ അത്. ഇപ്രാവശ്യം പുഴുവൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എടുത്ത് കഴിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓടി വന്ന് മാങ്ങ ഉണ്ടോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. 2 മാങ്ങ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പുഴുവൊന്നും ഇല്ല കേട്ടോ. ഈ വർഷം എന്തായാലും പുഴുവൊന്നും കാണുന്നില്ല. പണ്ട് പുഴു ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഇഷ്ടക്കുറവായിരുന്നു മാങ്ങ വീണാലും അങ്ങനെ തിന്നാമെന്ന്. ഈ വർഷം എന്തായാലും പുഴുക്കളൊന്നുമില്ല, ധൈര്യമായിട്ട് തിന്നാം.
അപ്പോൾ ഞങ്ങളങ്ങനെ സണ്ണിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് അമ്മയുടെ അടുത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.